ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തികച്ചും വ്യത്യസ്തമായ ഒരു ചെടിയും കൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇത്രയും വ്യത്യസ്തം മാറുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ പ്ലാന്റ് അറിയാവുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് നമുക്ക് പൂമരം ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം. അതുപോലെ ഷേഡ് ട്രീ ആയിട്ട് വളർത്തിയെടുക്കാനൊക്കെ കഴിയുന്ന ഒരു ചെടിയാണേ. ഇനിയിപ്പോൾ ഇത്രയും വളരണ്ട, നമുക്ക് കുറ്റിച്ചെടിയായിട്ട് നിർത്താൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് കട്ട് ചെയ്ത് അങ്ങനെ നിർത്താം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സുന്ദരിയുടെ പേരാണ് ലെഗാസ്ട്രോമിയ എന്നുള്ളത്. ലെഗാസ്ട്രോമിയയിൽ നമുക്ക് 2 വെറൈറ്റീസാണ്, ഹൈബ്രിഡ് ആൻഡ് നോർമൽ വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്ന കളേഴ്സ് എന്ന് പറയുമ്പോൾ റെഡ്, വൈറ്റ്, ഒരു ലാവൻഡർ കളറ്, പിന്നെ ഒരു പിങ്ക്, ഇങ്ങനെ 4 കളറുകളിലാണ് കേട്ടോ വരുന്നത്. അപ്പം നമുക്ക് കളേഴ്സ് പൂക്കളുടെ 2 വെറൈറ്റീസിലും സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ലീഫിനകത്താണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇല ഗ്രീൻ കളറിലാണ് വരിക. പിന്നെ നമുക്ക് ഒരു ബ്ലാക്കും ഒരു മെറൂണും അല്ലാത്തൊരു കളർ വരുന്നുണ്ട് ഇലയ്ക്ക്. അത് ഹൈബ്രിഡ് ആണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഹൈബ്രിഡ് ആയാലും നോർമൽ ആയാലും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതിൽ നിന്നും കമ്പ് കോതിയിട്ട് നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള ചെടികളാണ് നമ്മൾ നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ട് പോകുന്നത്. അതായത് ഒരു 6 ഇഞ്ച് കവറിനകത്ത് വരുന്ന പ്ലാന്റ്സ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരും. അപ്പോൾ അതിൻ്റെ പുറകെ ഒരുപാട് ഡൗട്ട്സും വരും. നമ്മളുള്ള കാര്യങ്ങൾ വീഡിയോയിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സുന്ദരികൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് 4 പ്ലാന്റ്സ് വെച്ചിട്ട് അങ്ങനെ എടുക്കാം. അതല്ല 8 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടും അങ്ങനെ എടുക്കാം. ഈ 8 പ്ലാന്റ്സും നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ 800 രൂപ, അതായത് ഒരു ചെടിയുടെ മേലെ 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ്സ് പറയുന്നത്. കുറച്ച് മുന്നേക്ക് ഇതിൻ്റെ തീരെ ചെറിയ പ്ലാന്റ്സ് 150-നും 200-നും ഒക്കെ കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറവിൽ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റേറ്റിലാണ് തരുന്നത്. അപ്പോൾ 8 പ്ലാന്റ്സ് 100 രൂപയും കൊറിയർ ചാർജ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ 900 രൂപ, അതായത് അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സ് കൊറിയർ ചെയ്യുമ്പോൾ കൊറിയർ ചാർജ് വരും. പിന്നെ 8 പ്ലാന്റ്സ് ഒക്കെ പാക്ക് ചെയ്ത് നമുക്ക് വരുമ്പോൾ അത്യാവശ്യം വെയിറ്റും വരും. അപ്പോൾ അതുകൊണ്ടാണ് 100 രൂപ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതല്ല 4 പ്ലാന്റ്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ 4 പ്ലാന്റ്സിന് 400 രൂപ പ്ലസ് 90 നമുക്ക് കൊറിയർ ചാർജാണ് വരിക. ഈ കാണുന്നതാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് നമ്മൾ 120 രൂപ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന കളേഴ്സ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും മേടിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ആവശ്യം എന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ വാങ്ങിക്കാം. നമ്മൾ നിശാഗന്ധി തുടങ്ങിയത് എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർ കൊടുക്കുന്നതിലും ഒരു 10 രൂപയെങ്കിലും കുറഞ്ഞ രീതിയിൽ ചെടികൾ സാധാരണക്കാരുടെ കൈകളിലേക്കും കൂടി എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അത് നമ്മൾ പല വീഡിയോസിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പല കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത്രയും യൂസ്ഫുൾ ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. എന്നാലും ചില ചെടികൾ നമ്മുടെ കയ്യിലേക്ക് അത്യാവശ്യം റേറ്റിൽ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കുറഞ്ഞ റേറ്റിൽ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു 100 രൂപ 120 രൂപ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈകളിലേക്ക് ഇത്രയും നല്ല ചെടികൾ തരുന്നത്. അപ്പോൾ നമുക്ക് ഇത് സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, ഫ്ലാറ്റിൽ ചട്ടിയിൽ വളർത്താൻ താല്പര്യമുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ഈ ചെടികൾ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് പുതിയ തൈകൾ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് നല്ല രീതിയിൽ സെയിലായിട്ട് കൊണ്ടിരിക്കുന്ന ചെടിയാണ് കേട്ടോ DBDV എന്ന തണൽമരം. അപ്പോൾ തണൽമരം അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഒരുപാട് ചെടികളാണ് കേട്ടോ നമുക്ക് ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് DBDV കിട്ടാനില്ലാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അതേ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ വീഡിയോയിൽ പറയുകയാണ്. DBDVക്ക് പൂക്കളൊന്നും ഉണ്ടാവില്ല, അത് ഇല കൊണ്ട് നമ്മുടെ ഉദ്യാനത്തെ മനോഹരമാക്കുകയും നല്ല ചൂടിൽ നിന്ന് നമുക്ക് സംരക്ഷണം തരികയും ഒക്കെ ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ DBDV.
അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഈ ലെഗാസ്ട്രോമിയെ കൂടി ഉൾപ്പെടുത്താം. നമ്മൾ ആദ്യം കാണിച്ചൊരു ഭാഗത്ത് ലെഗാസ്ട്രോമിയ നല്ല വലുതായിട്ട് മരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നല്ല തണൽ മരം വേണം, അതിനകത്ത് പൂക്കളും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തരാനായിട്ട് കഴിയുന്ന ചെടിയാണ് നമ്മുടെ ഈ ലെഗാസ്ട്രോമിയ. കാരണം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഷെയ്ഡ് ട്രീസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ആകെ 2 വെറൈറ്റി ഉള്ളൂ, ഒരെണ്ണം ഡിവിഡിയും അതുപോലെ ഗോൾഡൻ ഡെസ്മോഡിയം, ഇത് രണ്ടും അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഈ ഒരു ചെടിക്ക് വേണ്ടി കുറച്ച് നാളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതിന് കാര്യമായ യാതൊരു കെയറും ആവശ്യമില്ല കേട്ടോ. നമ്മൾ പരമാവധി കൊണ്ടുവരുന്ന ചെടികൾക്കും കാര്യമായ കെയറിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ലാത്ത ചെടികളാണ്. ഏത് സാധാരണക്കാർക്കും ഏത് ചെറിയ കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ചെടി കൂടിയാണിത്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയായിട്ടായിരിക്കും പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന സുന്ദരികളെ ആവശ്യമുള്ളവർ, അതായത് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതേ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് മെസ്സേജ് അയച്ചോളൂ. നമുക്ക് ഈ ഒരാഴ്ച ഇനി ഒന്നും നടക്കില്ല കേട്ടോ. അതായത് അടുത്തൊരു ബുധനാഴ്ചയൊക്കെ ആയിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് നമുക്കിത് പ്ലാന്റ്സ് അയക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഏത് ചെടി നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് പിടിക്കും കേട്ടോ. യാതൊരു ബുദ്ധിമുട്ടും അതിനകത്ത് ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ചെടി വാങ്ങിച്ച് വെച്ച് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ ചെടി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വളരെ വേഗത്തിൽ പിടിച്ച് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് അടുത്തൊരു വേനൽക്കാലമൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തീർന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് ചെടികളും കൊണ്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.